കാഴ്ചകളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ തുടങ്ങും. നമ്മൾ ആളുകളെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഈ കാഴ്ചകളൊന്നും ഒട്ടും പോസിറ്റീവ് അല്ല. നമുക്കിങ്ങനെ നെഗറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാഴ്ചകളിലൂടെ. അടുത്ത ഘട്ടത്തിൽ ഹാലൂസിനേഷൻ വരാൻ തുടങ്ങും. ഇവർ ഈ പറയുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു അവയവത്തെ നമുക്ക് പിടിച്ച് കെട്ടിയാൽ സംഭവിക്കുന്ന അപകടത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും അവരുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് എന്ത് പറയണമെന്ന് അവർക്ക് വിചാരിക്കില്ല. അതായത് നാക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചാലും ഇവർക്ക് അടച്ചു പിടിക്കാൻ പറ്റൂല. തെറിയായിരിക്കും, അപവാദമായിരിക്കും, വൃത്തികേടായിരിക്കും, സ്വന്തം മക്കളെ പറ്റി പറയും, വീട്ടുകാരെ പറ്റി പറയും, സ്വന്തമായിട്ട് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അൺകൺട്രോളായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്ന് ആലോചിച്ച് നോക്കിയേ, പോരെ ഇവർ നശിക്കാൻ ഇത് പോരെ എന്ന് പറഞ്ഞു. മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോഴോ മറ്റൊരാൾ കർമ്മം ചെയ്യുമ്പോഴോ മറ്റൊരാൾ കൂടോത്രം ചെയ്യുമ്പോഴോ നിങ്ങളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കഴിവ് ഉണ്ട് എന്നല്ല, നിങ്ങളുടെ സിദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് എവിടെയോ നമ്മള് ഈ സ്തംഭനം ത്വക്കിനെ എങ്ങനെയാ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള അവയവങ്ങളെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് എഫക്ട് ചെയ്യുന്നത്? ഇനി നമുക്ക് ഏറ്റവും നമ്മുടെ മെയിൻ പഞ്ചേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാലൻസിങ് നിൽക്കുന്നത് ആ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനകത്ത് മെയിൻ ആണ് കണ്ണ്. ഇനി എങ്ങനെയാണ് നമുക്ക് കണ്ണ് എന്ന് പറയുന്ന അവയവത്തിനെതിരെ നമുക്ക് എങ്ങനെയാണ് കർമ്മം ചെയ്യാൻ പറ്റുക? കണ്ണ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഹാലൂസിനേഷൻ കിട്ടാൻ സാധ്യതയുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ കിട്ടാൻ സാധ്യതയുള്ള, പലപ്പോഴും നമുക്ക് വിഷ്വൽ കാണിച്ചു തരുന്ന ബ്രെയിൻ ഏറ്റവും കൂടുതൽ വിഷ്വൽസിനെ പിക്ക് ചെയ്തെടുത്തിട്ട് പോകുന്നത് നമ്മുടെ കണ്ണിന്റെ വിഷ്വൽസ്. നമ്മൾ കണ്ണടച്ചാലും നമുക്കത് കിട്ടും, കണ്ണ് തുറന്നാലും നമുക്കത് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഈ പറയുന്ന പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ, അതായത് ഞാൻ കൂടിയ അളവിൽ ഇപ്പം എനിക്ക് ഗായത്രിനെ തകർക്കണം, അതിനിപ്പോൾ ഗായത്രിനെ ചെയ്യാൻ പറ്റുന്നത് ഗായത്രിയുടെ ഇത് ആദ്യം മനസ്സിലാക്കുക. ഗായത്രിക്കായിരിക്കും കർമ്മം ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു പക്ഷേ വളരെ മോശമായിരിക്കും. ചിലപ്പോൾ എല്ലാ ശരീരത്തിനും ബാധിക്കും, ചിലപ്പോൾ കണ്ണുകളായിരിക്കും ഇത് വന്ന് ബാധിക്കുന്നത്. കണ്ണുകൾ ബാധിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉറക്കമില്ലായ്മ സംഭവിക്കാൻ തുടങ്ങും. ആദ്യം സംഭവിക്കുന്ന ഉറക്കമില്ലായ്മയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് എനിക്ക് ഇത്ര ഉറക്കമില്ലായ്മ സംഭവിക്കുന്നത്, ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങേണ്ടത് അല്ല. ആദ്യം ഉറക്കമില്ലായ്മ സംഭവിച്ച് നിങ്ങളൊരു ചെറിയ ഡിപ്രഷനിലോട്ട് ആദ്യം നിങ്ങളുടെ ശരീരത്തെ കടത്തും. ഇത് നമുക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല നമുക്കിത് ആരാണ് നമ്മളെ ഈ കൂടോത്രം കർമ്മം ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഉറക്കമില്ലായ്മയിലോട്ട് കടന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലൂടെ നിങ്ങൾക്ക് ഭക്ഷണത്തിലോട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. ചില സമയത്ത് നിങ്ങൾക്ക് നോൺ വെജിനോട് ഭയങ്കര ക്രേവിങ്സ് വരാൻ തുടങ്ങും നിങ്ങൾക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കഴിക്കാത്ത പല ഭക്ഷണത്തിലോടായിരിക്കും നിങ്ങൾക്ക് താല്പര്യം വരുന്നത്. പക്ഷേ ഈ ഭക്ഷണം നിങ്ങൾക്ക് ദഹിക്കാത്തൊരു കണ്ടീഷൻ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസികളോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളൊരു പൂവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഇഷ്ടം തോന്നുന്ന സമയത്ത് നമ്മൾ ഈ പൂവിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. പൂവെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഈ പൂവ് അങ്ങ് പറിച്ചു കളഞ്ഞാലോ, തുടങ്ങിയിട്ടുള്ള ആ പൂവിന് ഭംഗിയില്ലല്ലോ. അതായത് വളരെ ഭംഗിയുള്ള ഒരു പൂവായിരിക്കും, പക്ഷെ നമ്മുടെ കണ്ണുകൾ നമുക്ക് തരുന്ന മെസ്സേജുകൾ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഗായത്രിക്ക് കണ്ണിനാണ് ബാധിച്ചതെന്ന് കരുതുക. ഈ പറഞ്ഞ ഇഷ്യൂ, ഈ പറഞ്ഞ കർമ്മം ചെയ്തിട്ട് കണ്ണിനാണ് കെട്ടിയിരിക്കുന്നത്. ഗായത്രി എൻ്റെ മുന്നിൽ വന്നിരിക്കുക, ഞാനും ഗായത്രി കൂടി നമ്മൾ വളരെ കാഷ്വലായിട്ട് അങ്ങോട്ട് സംസാരിച്ചിട്ടിരിക്കുക. കുറച്ച് നേരം ഗായത്രിക്ക് ഇല്ലേ നോക്കുമ്പോൾ എൻ്റെ നോട്ടൊന്നും ശരിയല്ലല്ലോ, ഇവൻ ഇങ്ങനെ നോക്കുന്നത് ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലോ. അതായത് കാഴ്ചകളിലൂടെ മാനിപ്പുലേഷൻ കിട്ടാൻ തുടങ്ങും. തീർന്നില്ലേ? ഇനി ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അമ്മ പറയുന്ന അമ്മയുടെ ഫേസ് എന്താ ഇങ്ങനെ, അമ്മ എന്തൊരു ദേഷ്യപ്പെടണോ തിരിച്ച് പ്രതികരിക്കാം. ഇവൻ കഴിഞ്ഞ പ്രാവശ്യവും ഇവൻ എൻ്റെ അടുത്ത് ഇതുപോലെയാണല്ലോ ഇവൻ്റെ ഫേസ് വെച്ച് സംസാരിച്ചത്, ഇവൻ എന്തിനാ എൻ്റെ ഫേസ് വെച്ച് സംസാരിക്കുന്നത്, ഞാൻ പറയുന്നതല്ല കേൾക്കുന്നത്. ഗായത്രി കാണുന്ന കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടാണ് ഗായത്രിക്ക് പ്രോസസ്സ് സംഭവിക്കുന്നത്. കാരണം എന്താ, ഫുൾ എനർജി വേരിയേഷൻ കണ്ണിന് ചുറ്റും അടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ട്? ഈ വേരിയേഷനോടെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ തുടങ്ങും. അപ്പം നമുക്കത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ തുടങ്ങും. നമ്മൾ ആളുകളെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഈ കാഴ്ചകളൊന്നും ഒട്ടും പോസിറ്റീവ് അല്ല. ഒരു അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊന്നൊരു സുഖകരമല്ല, ഇതെന്താ ദൈവമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ശിവൻ്റെ കഴുത്തിൽ പാമ്പ്, ഇതെന്താ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ അമ്പലത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇവർക്കൊന്ന് കാണാൻ സുഖമില്ലല്ലോ. നമുക്കിങ്ങനെ നെഗറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാഴ്ചകളിലൂടെ. പോരെ ഇങ്ങനെ ഒരു 6 മാസം ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സിവിയർ ഡിപ്രഷനിലോട്ട് പോകും, മാനസികമായിട്ട് വിഭ്രാന്തിലോട്ട് കിടക്കാൻ തുടങ്ങും. അവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഘട്ടത്തിൽ ഹാലൂസിനേഷൻ വരാൻ തുടങ്ങും. ഇവർ ഈ പറയുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു അവയവത്തെ നമുക്ക് പിടിച്ച് കെട്ടിയാൽ സംഭവിക്കുന്ന അപകടത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല. ഇനി അടുത്തത് നാക്ക്. ഇതുപോലെ തന്നെ ഈ നാക്ക് പലപ്പോഴും ചെയ്യുന്ന എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ കൂട്ടുകാരനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ
നമ്മളെ ശപിച്ചു എന്ന് കരുതാം, ഉം. നമുക്ക് ആ ശാപം ഏറ്റു എന്ന് കരുതാം. അതല്ലെങ്കിൽ നമ്മുടെക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും റിലേറ്റീവ് എപ്പോഴും നെഗറ്റീവ് പറയുള്ളൂ, നമ്മളെ പറ്റി കുറ്റം പറയും, നമ്മളെ പറ്റി ഇല്ലാത്തത് പറയും. അങ്ങനെ സംഭവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ഭയങ്കര വെറുപ്പായിരിക്കുമല്ലോ. ആ വ്യക്തിയുടെ നാവാണല്ലോ പ്രശ്നം. അതെ. അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ നിൽക്കണമോ, ഏതെങ്കിലും ഒരു നെഗറ്റീവ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നതോ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയും. അപ്പോൾ അവർ അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് ഇതാണ് പറ്റിയത്, അവരുടെ നാക്കുകൊണ്ട് നിങ്ങൾ വേദനിച്ചു, അപ്പോൾ നാക്കാണ് പ്രശ്നമല്ല, ശരി, ഫോട്ടോ എടുത്ത് വെക്കുന്നു, അല്ലെങ്കിൽ അവരെ ധാരണ ചെയ്യുന്നു, കൃത്യമായിട്ട് അവർ എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കുന്നു, അതിലോട്ട് ആണിയടിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് രീതിയിൽ നമുക്ക് സാധനം ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് കൃത്യമായിട്ട് അവർക്ക് ആ ഏതാണ് പോയിന്റിൽ, ആ പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നെഗറ്റീവ് എനർജി നമ്മൾ സ്പ്രെഡ് ചെയ്യും, നമ്മുടെ എനർജിനെ സ്പ്രെഡ് ചെയ്ത് വെക്കും. ഇനി ഒരു സ്ത്രീയാണെന്ന് കരുതുക, ഇനി ആ സ്ത്രീക്ക് ഒരു കാരണവശാലും അവരുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് എന്ത് പറയണമെന്ന് അവർക്ക് വിചാരിക്കില്ല. അതായത് നാക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചാലും ഇവർക്ക് അടച്ചു പിടിക്കാൻ പറ്റൂല. അവർക്ക് എന്തെങ്കിലും വിളിച്ചു പറയും, പറയുന്നത് മുഴുവൻ ചിലപ്പോൾ തെറിയായിരിക്കും, അപവാദമായിരിക്കും, വൃത്തികേടായിരിക്കും, സ്വന്തം മക്കളെ പറ്റി പറയും, വീട്ടുകാരെ പറ്റി പറയും, സ്വന്തമായിട്ട് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അൺകൺട്രോൾ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആലോചിച്ച് നോക്കി, പോരെ ഇവർ നശിക്കാൻ ഇത് പോരെ, ഒരൊറ്റ നാക്ക് കൊണ്ട് ഇവർ നശിച്ചു. എന്ന് ആലോചിച്ച് നോക്കി, ഇവർ എവിടെയാ പറയണമെന്ന് അറിയാൻ പാടില്ല, ഇവർ ആരെ പറ്റി എന്താ പറയണമെന്ന് അറിയാൻ പാടില്ല, എന്ത് വൃത്തികേടാ പറയണമെന്ന് അറിയാൻ പാടില്ല, സ്വന്തം മക്കളെ പറ്റി പറയും, സ്വന്തം ഭർത്താവിനെ പറ്റി പറയും, സ്വന്തമായിട്ട് പറയും, സ്വന്തം ഭർത്താവും മക്കളും നശിച്ചു പോകണമെന്ന് പറയും, മരിക്കണം എന്ന് പറയും, ബന്ധുക്കാർ നശിച്ചു പോകണം, മരിക്കണം എന്ന് പറയും, മരണമായിരിക്കും മൊത്തം വരുന്നത്. അവസാനം ഇവർ പറഞ്ഞ് ഇവർ സിവിയർ ഡിപ്രഷനോട് പോയി ഇവരൊന്നും പോയി ആത്മഹത്യ ചെയ്യും. അതായത് നമ്മുടെ കൺട്രോളിലല്ലാതെ വരും അല്ലെ, അൺകൺട്രോൾഡ് ആയിപ്പോയി. ഇപ്പൊ നമ്മള് മനഃപൂർവ്വം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പല ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നാവാണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ അപ്പൊ ഞാൻ കോൺഷ്യസ്ലി ചില സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യണം, സംസാരിക്കരുത് എന്നുള്ളൊരു തോന്നല് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അടക്കി വെക്കാൻ ശ്രമിച്ചാലും നമ്മൾ പറഞ്ഞു പോകും എന്നുള്ളതാണ്. അത് വേറൊരു പോയിന്റ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമ്മൾ തെറി വിളിച്ചു പറയും, നമ്മൾ വൃത്തിയടക്ക് വിളിച്ചു പറയുന്നത് എല്ലാവരിലും നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള സ്വഭാവം തന്നെയാണത്. അതൊന്നല്ല പറയുന്നത്. ഇത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇവരെ കാണുമ്പോൾ ഇത് ഇവരുടെ കൺട്രോൾ അല്ല അവയവം പ്രവർത്തിക്കുന്നത്. അതായത് അവരെന്താ പറയുന്നത്, എന്താ സംസാരിക്കുന്നത്, എന്താ ചെയ്യുന്നത്, എന്താ കാണിക്കുന്നത് ഒന്നും നമ്മൾ ഒരു വേറൊരാളെപ്പോൾ നമ്മളിന്ന് വാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും എന്തോ ഒന്ന് അവരുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട്, അവരെ അവയവത്തെ ബാധിച്ചിട്ടുണ്ടെന്ന്. ഈ ഒരു അവസ്ഥ വന്നാലും ഈ പറയുന്ന പോലെ നമുക്ക് സ്തംഭനമായിട്ടോ നമുക്കത് മാരണമായിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കൊടുക്കാം. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സ്തംഭനം പലപ്പോഴും വളരെ ഡേഞ്ചറാണ്. അത് ഓരോ സ്തംഭനം നമ്മൾ കൊടുക്കുന്ന സമയത്തും അത് ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഗായത്രിനെ സംബന്ധിച്ചിട്ട് ഗായത്രിയുടെ പ്രൊഫഷനെ, ഗായത്രിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നാക്ക, ശബ്ദമാണ്. നാക്കിലൂടെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഗായത്രിയുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടക്കുറവ് വരാം, പണി തന്നാ പോരെ. എത്രയോ ഗായകന്മാരെ എനിക്കറിയാം മിക്കവാറും എന്തെങ്കിലും വലിയ ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാം അവര് ബുക്ക് ചെയ്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോകുക, അവർക്ക് ചെയ്യാൻ പറ്റാത്തവരാ. ഇനി ചില സ്പോർട്സ് താരങ്ങൾക്ക് അവര് ട്രാക്കിൽ ഓടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ കാല് ചലിക്കാതെ വരിക, അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരിക. എന്ന് വേണ്ട നന്നായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ, നന്നായിട്ട് പടം വരച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊന്നും അവരുടെ കൈകൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തവരാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദൃഷ്ടിദോഷം, കണ്ണേറ്, ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം ഇത് നമ്മൾ വിചാരിക്കും ഇപ്പൊ ആരാണ് എനിക്ക് വേണ്ടി സമയം കളഞ്ഞ് കൂടോത്രം മന്ത്രവാദം ചെയ്യുന്ന ആരാണെന്ന് പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കും. ഇപ്പൊ എനിക്കെതിരെ ഒന്ന് വന്നാൽ പോലും ഞാൻ ചിന്തിക്കും ആരുടെ എനിക്ക് വേണ്ടി സമയം കളയണമെന്ന്. നമ്മൾ ഇതിനെ ഇങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു കാറ്റഗറി വേറെയുണ്ട്. ഇനി വേറെ കാറ്റഗറി ഉണ്ട്. അവിടെയാണ് നമ്മൾ ധാരണയുടെ ശക്തി എന്താന്ന് പറയേണ്ടത്. ധാരണ ചെയ്ത് നമുക്ക് എനർജി പുഷ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടോ ഒരു പ്രാർത്ഥനയിലോ ഇരിക്കാന്ന് വിചാരിക്കാം. ഒരു ക്രിസ്തീയ പ്രാർത്ഥനയോ ഹിന്ദു മതവിശ്വാസ പ്രാർത്ഥനയോ ഇരിക്കുന്ന സമയത്ത് ഗായത്രിയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ കാണുന്നു ഞാൻ. എന്നിട്ട് ഗായത്രിയോട് എനിക്ക് എന്തൊരു ഭയങ്കര ദേഷ്യം വരുന്നു. കണ്ട ഗായത്രി എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഗായത്രി നല്ല റീച്ചും കിട്ടുന്നുണ്ട്, ഭയങ്കര കഴിവുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ഗായത്രിയുടെ അവളുടെ നാക്കാണ് അടിപൊളി, അവളുടെ എപ്പോഴും ഭയങ്കര സംസാരമാണ്. അതൊന്നും ഇല്ലാണ്ടായി പോയിരുന്നു. ഞാൻ എന്തിനാ അവൾ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ചിന്ത മൊത്തം ഇതാ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ സ്വർഗസ്നായ പിതാവേ ഞങ്ങൾ പൂജ്യമാണ് രാജ്യം. ഗായത്രിയുടെ നാക്ക് ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ ഓം നമശിവായ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്കൊരു കഴിവില്ല, മറ്റുള്ളവർക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് പറ്റുന്നില്ല, ഇതെന്തെങ്ങനെ ആലോചിച്ച് നോക്ക്. പ്രാർത്ഥനയുടെ ഒപ്പം പ്രാർത്ഥനിക്കുമ്പോഴേ ഒരു എനർജി ഡെവലപ്പ് ആവും. ആ എനർജി ഞാൻ എന്തിലോട്ടാ കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പ്രാർത്ഥിക്കുന്നത് അവന്റെ കഴിവിനെ ഉയർത്താനല്ല, മറ്റൊരാളുടെ കഴിവ് കാണുകൊണ്ട് ഞാൻ താന്നു പോയോ എന്നുള്ളത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് ഗായത്രി ചെറിയ സാധനമല്ല. അതിശക്തമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അത് കൂടോത്രത്തിനേക്കാളും ഒരു പക്ഷെ വളരെ എഫക്റ്റീവായ സാധനമാണ്. നമ്മൾ ഈ പറയുന്ന ഈവളായി എന്ന് പറയുന്ന ഈ ദൃഷ്ടിദോഷം കണ്ണേറെന്നൊക്കെ പറയുന്നത് ഭയങ്കര പവർഫുൾ സാധനമാണ്. കാരണം ഇവരിത്
നെഗറ്റിവിറ്റി ചിന്തിക്കുക മാത്രമല്ല ഒരു സൈഡിൽ നിന്ന് എനർജി ഡെവലപ്പ് ചെയ്തിട്ട് ആ എനർജീനെ എടുത്തിട്ട് ഇപ്പുറത്തൊരു പ്ലേസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധാരണ ചിന്തിച്ച്, അതായത് ഞാൻ ഗായത്രിയുടെ നെറ്റിയുടെ മധ്യഭാഗം കണ്ട് മനസ്സിൽ കണ്ട് ഗായത്രിയുടെ ഏതാണോ ആക്റ്റീവായിട്ടുള്ള നാക്കിനെ മനസ്സിൽ കണ്ട് എൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ എനർജിയും ഗായത്രിയോട് പുഷ് ചെയ്യുക. ഗായത്രി വളരെ പോസിറ്റീവായി കിട്ടിയിരുന്ന് പാടാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ നാക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പാടാൻ വന്ന സാധനം മറന്നുപോയി, അല്ലെങ്കിൽ ആകെ ഇതുവരെ ഇല്ലാത്തൊരു പേടിയും ഭയവും കോളമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ അവിടെ നിന്ന് ബുഷാവുന്ന എനർജി നമ്മൾക്ക് ചുറ്റും നിന്ന് ഇങ്ങനെ കിടന്ന് തളം കെട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടായിരിക്കും അത് ഗായത്രിനെ ബാധിച്ചത്? ഗായത്രിനെ സംബന്ധിച്ചിട്ട് ഗായത്രി വളരെ വീക്കായ ഒരു വ്യക്തിയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോഴോ മറ്റൊരാൾ കർമ്മം ചെയ്യുമ്പോഴോ മറ്റൊരാൾ കൂടോത്രം ചെയ്യുമ്പോഴോ ഗായത്രീനെ അല്ലെങ്കിൽ നിങ്ങളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കഴിവ് ഉണ്ട് എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് എവിടെയോ താളപ്പഴം സംഭവിച്ചിട്ടുണ്ട്. അതിനെ കറക്റ്റ് ചെയ്ത് റിയൽ സ്പിരിച്വാലിറ്റിയിലോട്ട്, റിയൽ ഈശ്വര വിശ്വാസത്തിലോട്ട് നിങ്ങൾ കൺവെർട്ട് ആയതിനു ശേഷം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ആൾക്കാരെ പേടിച്ച്. ദൃഷ്ടിദോഷമുണ്ട്, കൂടോത്രമുണ്ട്, മന്ത്രവാദം ഉണ്ട്, നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാ? നമുക്ക് ഇവരെല്ലാരും കയറി നീ എനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നുള്ള ചോദ്യം പോലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം തെളിവില്ല. ദൃഷ്ടിദോഷം തന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നല്ലൊരു പ്രോസസ്സ് എടുക്കുക, നല്ലൊരു മെഡിറ്റേഷൻ എടുക്കുക, നല്ല പ്രോസസ്സുകൾ എടുത്ത് മുന്നോട്ട് പോയി നമ്മൾ സ്ട്രോങ് ആവുക. നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇതിന് നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ചാലോ ഒന്നും ഇത് നടക്കില്ല. അതിന് വേണ്ട പ്രോസസ്സുകൾ തന്നെ എടുത്താൽ മാത്രമേ ഇത് ആവുള്ളൂ.